നല്ല പഴുത്ത പഴം വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് പഴമൊക്കെ മേടിക്കുമ്പോൾ ചില പഴം കറുത്തൊക്കെ പോകുമല്ലോ കുറേ ദിവസം വെച്ചിരുന്നാൽ. അപ്പോൾ അങ്ങനെയുള്ള പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇതുപോലത്തെ പഴം നിങ്ങൾ കളയരുത്, ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം, നല്ല പഴുത്ത പഴമായിരിക്കണം. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ തന്നെ കണ്ടില്ല, നല്ലതുപോലെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയാണിത്. ഈ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഉടഞ്ഞു പോകും, അത്രയ്ക്കും പഴുത്ത പഴമാണ്. ഈ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര പഴത്തിൻ്റെ മധുരം നോക്കി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ പഞ്ചസാരയും പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക. പഞ്ചസാര അലിഞ്ഞ് കിട്ടണം, അതേസമയം പഴവും നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞു, അതുപോലെ പഴം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മൈദയാണ്. 1/2 കപ്പ് മൈദ ചേർക്കാം. മൈദ ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം ഗോതമ്പ് പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവയും കൂടി ചേർക്കാം. റവ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല, അതും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം പഴം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് ഉപയോഗിക്കേണ്ടത്. തിളപ്പിച്ചാറിയ പാൽ എടുത്തിട്ടുണ്ട്, അതും നമുക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് പാൽ തന്നെ വേണ്ടി വരും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം റവ ചേർത്ത കാരണം കുറച്ച് പാൽ കൂടുതൽ തന്നെ വേണം. അപ്പോൾ 1/2 കപ്പ് പാൽ മതിയാവും. കുറേശ്ശെയായിട്ട് പാൽ ചേർത്ത് കട്ടിയൊന്നും ഇല്ലാത്ത വിധം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മറന്നുപോയി, അപ്പോൾ നിങ്ങളത് ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർക്കാം, തേങ്ങ ചെറി ചേർക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു പരുവത്തിലാണ് ഇതിലുള്ളത്. സ്പൂണിൽ നിന്ന് ഇതുപോലെ നമ്മൾ ഒഴിച്ചാൽ താഴെ വീഴുന്ന ഒരു പരുവാണിത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാക്സിമം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും റവ ഒന്ന് കുതിർന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കൂടുതലുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഉടനെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി, അപ്പോൾ ഉടനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ല പാകത്തിനാണ് ഉള്ളത്. അഥവാ ഇത് ഒരുപാട് ടൈറ്റായിട്ട് തോന്നിയാൽ കുറച്ചും കൂടി പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അതേ രീതിയിൽ തന്നെ 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇത് ശരിക്കും പൊങ്ങി വരും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിച്ചാൽ മതി. സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയൊക്കെ ചീനച്ചട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഓരോ അപ്പവും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എണ്ണ ഒരുപാടങ്ങ് ചൂടായി പോകരുത്, കാരണം പെട്ടെന്ന് അതിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞു പോകും, അകത്തൊന്നും വേവാതെ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഓരോ അപ്പവും ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പഴം ഇതുപോലെ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയരുത്. ഇതുപോലത്തെ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് നമ്മൾ റോബസ്റ്റ പഴത്തിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് കിട്ടും. ഏത് പഴം വെച്ചിട്ടും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാം. പിന്നെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്